എടൂർ പാലത്തുംകടവ് KSTP റോഡിൽ ടാറിംഗ് ഇളകി മാറുന്നു. കോടികളുടെ അഴിമതിയെന്നും ആരോപണം. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 95% നിർമ്മാണം പൂർത്തീകരിച്ച എടൂർ പാലത്തുംകടവ് KSTP റോഡിൽ ടാറിംഗ് ഇളകി മാറുന്നു. റോഡ് നിർമ്മാണത്തിൽ വൻ ക്രമക്കേടുകൾ നടന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. മെക്കാഡം ടാറിംഗ് പൂർത്തീകരിച്ച് ഏകദേശം 6 മാസത്തിനുള്ളിലാണ് ടാറിംഗ് ഇളകി മാറുന്നത്. അങ്ങാടിക്കടവ് ടൗണിനു സമീപവും സ്കൂൾ പരിസരത്തുമാണ് ടാറിംഗിൽ വിള്ളൽ വീണ് ഇളകി മാറിയത്. ആവശ്യത്തിന് കെമിക്കൽ ചേർക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിലെ ടാറിംഗ് ഇളകി മാറിയതോടെ കരാറുകാരൻ ഇളകി മാറിയ ഭാഗം കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയ ശേഷം വീണ്ടും ടാറിംഗ് നടത്തിയിരിക്കുകയാണ്. നിരവധി സ്ഥലത്താണ് ഇതുപോലെ ടാറിംഗ് ഇളകി മാറുന്നത്. നിർമ്മാണത്തിലെ തകരാറാണ് 6 മാസത്തിനുള്ളിൽ റോഡ് തകരാനുള്ള കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതു മുതൽ തുടരുന്ന അഴിമതി ആരോപണം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. 128.43 കോടി രൂപയാണ് 24.5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ ചെലവ്. അതായത് 1 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മാണത്തിന് ഏകദേശം 5.25 കോടി രൂപ. വീതി കൂട്ടി പുനർനിർമ്മിച്ച റോഡിൽ ബലക്ഷയം ബാധിച്ച കലുങ്കുകളും പാലവും പുതുക്കിപ്പണിയാതെയായിരുന്നു നിർമ്മാണം. റോഡിന് വീതി കൂടിയപ്പോൾ ഏറ്റെടുത്ത സ്ഥലങ്ങളും സൗജന്യമായാണ് ജനങ്ങൾ വിട്ടു നൽകിയത്. ഏറ്റെടുത്ത സ്ഥലത്തു നിന്നും പൊളിച്ചു മാറ്റിയ മതിലുകളും സംരക്ഷണ ഭിത്തിയും മാത്രമാണ് ജനങ്ങൾക്ക് സൗജന്യമായി ചെയ്തു നൽകിയത്. പ്രവൃത്തിയിലെല്ലാം കോടികളുടെ അഴിമതി നടന്നതായാണ് ആരോപണം ഉന്നയിക്കുന്നത്. KSTP പണി കഴിപ്പിച്ച തലശ്ശേരി വളവുപാറ റോഡ് പാലം കലുങ്ക് സ്ഥലത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ കിലോമീറ്ററിന് 3.50 കോടിയാണ് ചിലവായത്. ഈ കണക്കുകൾ നിരത്തിയാണ് റോഡ് നിർമ്മാണത്തിലെ അഴിമതിയെ ചൂണ്ടിക്കാണിക്കുന്നത്. വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ KS ശ്രീകാന്ത് പറയുന്നത്. പൂനെ ആസ്ഥാനമായ കമ്പനിയാണ് കരാറുകാരെങ്കിലും നിർമ്മാണം നടത്തുന്നത് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. തമിഴ്നാട് ആസ്ഥാനമായ കമ്പനിയാണ് റോഡിന്റെ കൺസൾട്ടന്റ്. ഇതിൽ KSTPക്ക് മേൽനോട്ട ചുമതല മാത്രമാണ്. അപാകത ശ്രദ്ധയിൽപ്പെട്ടതായും ഇപ്പോൾ പൊളിഞ്ഞ ഭാഗം മുറിച്ചുമാറ്റി വീണ്ടും റീടാറിംഗ് നടത്താൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. കണ്ടെത്തിയാൽ അടുത്തഘട്ട നടപടികൾ സ്വീകരിക്കുമെന്നും KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിഷ അറിയിച്ചു. ഫണ്ടുകൾ ഉപയോഗിച്ച് നടന്ന ഒരു റോഡിന്റെ അവസ്ഥയായി ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ റോഡിന്റെ പണി ടാറിംഗ് പണികൾ കംപ്ലീറ്റ് പൂർത്തിയായി. എടൂർ മുതൽ പാലത്തുംകടവ് വരെയാണ് ഈ റോഡിന്റെ വർക്കുകളുള്ളത്. പാലത്തുംകടവ് വരെയുള്ള റോഡിന്റെ വർക്കുകൾക്കിടയിൽ ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഒരു 6 മാസമായുള്ളൂ ഈ റോഡ് ടാർ ചെയ്ത് പൂർത്തീകരിച്ചിട്ട്. 6 മാസത്തിനിടയിൽ ഏതാണ്ട് ഇത്രയും വലിയ റോഡിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് റോഡ് ഇങ്ങനെ കീറി ജോലി ചെയ്യുന്ന നിർമ്മാണ കമ്പനിയുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അത് ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്നായതായിരിക്കും, അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചെറിയ നിസാര കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാണ്. ഇത് പൊട്ടിയ പ്രദേശത്ത് ഇവർ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മുറിച്ചിട്ടേക്കുന്നതാണ്. ഇത് അങ്ങാടിക്കടവ് ഹൈസ്കൂളിലേക്ക് പോകുന്ന പ്രദേശമാണിത്. ഇവിടെ മുറിച്ചിട്ടിട്ട് സാധാരണ മെക്കാഡം ടാറിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് വരുന്നത് ആവറേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ടാറിങ് കഴിയുമ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡ് നമുക്ക് നോക്കിയാൽ 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് മെക്കാഡത്തിൻ്റെ കനം തന്നെ. ഇവർ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാകും. ഇത് ഒറ്റ ലെയറിൽ ഇട്ടേക്കുന്ന ഒരു മെക്കാഡമാണെങ്കിൽ ഇത് ഇതേപോലെ കൃത്യമായി ഈ മെക്കാഡം മുറിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ 4 ഇഞ്ചും ഒറ്റ സ്റ്റെപ്പിലാണ് മെക്കാഡം ചെയ്തു പോവുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെയാണ് ഈ സാധനത്തിൻ്റെ ഇത്. അതായത് ശുദ്ധ തട്ടിപ്പാണ് ഈ റോഡ് പണിക്കകത്ത് നടന്നിട്ടുള്ളതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇതിൻ്റെ അകത്ത് വലിയ അഴിമതികൾ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു റോഡിൻ്റെ അകത്ത് ഇത്രയും വലിയ കാര്യങ്ങൾ, വലിയ തെറ്റുകൾ കണ്ടിട്ടും അധികാരികൾ ഉണ്ടാത്തത് അത് ഇതിൻ്റെ പിന്നിലെ അഴിമതിയുടെ വലുപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്ത് ഇത് മാത്രമല്ല, ഇതിൻ്റെ താഴോട്ടും മുകളിലോട്ടും എടൂർ മുതൽ പാലത്തുംകടവ് വരെയുള്ള പ്രദേശത്ത് മുഴുവൻ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഈ റോഡുകൾ പുനഃപരിശോധന നടത്തി ഇത് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് വലിയ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി It's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready
വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.